കൊച്ചി സ്വദേശിയായ 25-കാരിയെ സുഹൃത്ത് കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. നാദാപുരം സ്വദേശി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിളിച്ചു വരുത്തി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നാദാപുരം പോലീസാണ് കേസെടുത്തത്. 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്നും വഴങ്ങാതായതോടെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ആരോപിക്കുന്നു. മാനസികമായി തളർന്നിരിക്കുകയാണെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും അതിജീവിത മീഡിയ വണ്ണോട് പറഞ്ഞു. ഒരു പിക്കിൾസിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി എന്നെ അജ്മാനിലേക്ക് വിളിച്ചു വരുത്തി എന്നെ റൂമിൽ എത്തിക്കും. അവിടെ എത്തിയപ്പോൾ സാമ്പിൾസ് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ സാമ്പിൾസ് ഒന്നുമില്ലെന്നും എന്നോട് സെക്ഷലി സഹകരിക്കണമെന്നും പറഞ്ഞു. ഞാൻ അത് ഡിനേ ചെയ്തപ്പോൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട് എൻ്റെ കൈയൊക്കെ കെട്ടിയിട്ട് എൻ്റെ വായിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് വളരെ ബ്രൂട്ടലായിട്ടാണ് എന്നെ റൂമിൽ വെച്ച് റേപ്പ് ചെയ്തത്. അതിനുശേഷം 5-6 മണിക്കൂറോളം ആ റൂമിൽ എന്നെ പൂട്ടിയിടുണ്ടായി. ഞാനിതായിട്ട് ലീഗലി പോകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ത്രട്ടൻ ചെയ്തു. ഇതായിട്ട് നിയമപരമായിട്ട് പോയാൽ ഇവിടെ കേസിൽ ഞാനിവിടെ എനിക്ക് അത്യാവശ്യം സ്വാധീനമുള്ളതാണെന്നും ഇവിടെ കേസായിട്ട് പോയാൽ ഞാൻ നിന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് പിന്നെ നിനക്കൊരിക്കലും നാട് കാണാൻ പറ്റാത്ത അവസ്ഥ ആക്കുമെന്നും പറഞ്ഞെന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. പേടിച്ചിട്ട് ഒരു മാസത്തോളം വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേറ്റിലായിരുന്നു ഞാൻ. സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സലാം, ആരാണ് പ്രതി? അജിംസ്, കോഴിക്കോട് നാദാപുരം തുണേരി സ്വദേശിയായിട്ടുള്ള അഹമ്മദ് അബ്ദുള്ള എന്നയാൾക്കെതിരെയാണ് ഇപ്പോൾ യുവതി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യുവതി കൊച്ചി സ്വദേശിയാണ്. ഇവർ ദുബൈയിൽ സ്ഥിര താമസമാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി അവിടെ താമസിച്ചു വരികയാണ്. ഇയാൾ പരാതിക്കാരിയായ യുവതിയുടെ സഹോദരിയുടെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹം താമസിക്കുന്ന അജ്മാനുള്ള ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പിക്കിൾസ് അച്ചാർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വിളിച്ചു വരുത്തിയത്. തുടർന്ന് അച്ചാർ സാമ്പിളുകൾ കാണിക്കാമെന്ന് പറയുകയും റൂമിലെത്തിയ ശേഷം ഇയാൾ സാമ്പിളുകളില്ല, പകരം ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇയാളുടെ ലൈംഗിക ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി വിധേയമാകണമെന്ന് യുവതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് യുവതി നിരസിക്കുകയായിരുന്നു. നിരസിച്ച ശേഷം യുവതിയെ ഇയാൾ ഉടുത്തിരുന്ന മുണ്ടുപയോഗിച്ച് വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. കൂടാതെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് പിറ്റേ ദിവസം 7:40 വരെ ഇദ്ദേഹത്തിൻ്റെ റൂമിൽ പൂട്ടിയിട്ടു എന്ന ആരോപണം കൂടി പറയുന്നുണ്ട്. ഏതായാലും വളരെ ക്രൂരമായ പീഡനത്തിനിരയായി എന്നാണ് യുവതി നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഇത് സംബന്ധിച്ച് പിന്നീട് വിദേശത്തായിരിക്കുമ്പോൾ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ ഇയാൾ ഈ യുവതിക്കെതിരെയുള്ള അല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് കടക്കുകയും യുവതിയെ പിന്നീട് വലിയ മാനസികമായ പീഡനത്തിനിരയാക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് യുവതി നാട്ടിലെത്തുകയും നാദാപുരം പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാവുകയും ചെയ്തത്. ഏതായാലും ഇദ്ദേഹവുമായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹവുമായി സംസാരിക്കുകയും പിന്നീട് ഇദ്ദേഹം തന്നെ ഈ രീതിയിൽ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുന്ന ഒരു ശബ്ദരേഖ കൂടി നമുക്ക് പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഈ യുവതി വലിയ ക്രൂരമായ പീഡനത്തിനിരയായി എന്ന് തന്നെയാണ് ഈ വോയിസിൽ നിന്നും അല്ലെങ്കിൽ യുവതിയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാദാപുരം പോലീസ് ഇപ്പോൾ ഈ അഹമ്മദ് അബ്ദുള്ള എന്ന് പറയുന്ന നാദാപുരം തുണേരി സ്വദേശിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി സംബന്ധിച്ചുള്ള ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നതുകൂടി വ്യക്തമാകുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഇക്കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ട് ഏതുതരം നടപടികളായി സ്വീകരിക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ഒരു നിമിഷങ്ങളിൽ മാത്രമാണ് അറിയാൻ കഴിയുക. ഏതായാലും ഈ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ അടക്കം ഈ യുവതി പങ്കുവെക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ യുവതി നാട്ടിലെത്തിയിട്ടുള്ളത്. നാദാപുരം പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി അന്വേഷണം കൊണ്ടുപോകുന്നുണ്ട് എന്ന് തന്നെയാണ് യുവതി അവസാനമായി നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി വേണം. 25 ലക്ഷം രൂപ നൽകിക്കൊണ്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ ആരോപണ വിധേയന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവതി വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ഇയാൾക്ക് രാഷ്ട്രീയമായും അല്ലാതെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഇയാളുടെ ഈ ആരോപണ വിധേയന്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി യുവതി പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് യുവതി പ്രധാനമായും ഉന്നയിക്കുന്നത്. അജിംസ്, ശരി. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.